Hey Betty. Yes, I'm back with new K-dramas. So, നിങ്ങളിപ്പോ ഒരു ഭയങ്കര പുവർ ഫാമിലി എന്നൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും. വെൻ ഐ ഗ്രൂ അപ്പ് ഐ വിൽ മേക്ക് മോർ മണി. ചില പൈസയ്ക്ക് വേണ്ടി ഒരാളെ നമ്മള് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടല്ലേ. ബട്ട് ജസ്റ്റ് ചിന്ത, ഓക്കെ, ഡോണ്ട് ആക്ച്വലി ഡു ഇറ്റ്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഒരാള് നമ്മളോട് വന്നിട്ട് പറയാണ്, ഞാൻ നിനക്ക് എന്റെ ഫോർച്യൂൺ, എന്റെ ബിസിനസ്, എന്റെ മണി, എന്റെ ഹോം എല്ലാം നിനക്ക് ഞാൻ തരാം. ബട്ട് നീ എനിക്ക് ഒറ്റ കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി. നീ എനിക്ക് വേണ്ടി എന്റെ റിവെഞ്ച് ചെയ്യാം. ഓക്കെ, ആ റിവെഞ്ച് എനിക്ക് എന്തും ആവാം. ചിലപ്പോൾ ഒരാളെ കൊല്ലുന്നതാവാം, ചിലപ്പോൾ പ്രോസസ്സിൽ റിവെഞ്ചിന്റെ പ്രോസസ്സിൽ ഒരാളെ കൊല്ലുന്നതാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു റിവെഞ്ചിന്റെ നിങ്ങൾ എന്തൊക്കെ തന്നെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാൾ നേരത്തെ എഴുതി ഒപ്പിട്ട് വെച്ചേക്കുന്ന ഒരു പേപ്പർ, അയാളുടെ അസറ്റ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേപ്പർ, അയാളുടെ ലോയറിന്റെ കൊടുത്തേക്കുന്ന പേപ്പർ നിനക്ക് കിട്ടും. അത് നിനക്ക് ആ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ആ ലോയർ നിനക്ക് ചെയ്തു തരുകയും ചെയ്യും. സോ യുവർ ടാസ്ക് ഇസ് ടു കംപ്ലീറ്റ് ദ റിവെഞ്ച്. യെസ്, ദർ ഇസ് എ K-drama ലൈക്ക് ദാറ്റ് ആൻഡ് ദ നെയിം ഈസ് മിസ് ഇൻകോഗ്നിറ്റോ. ഐ നോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫീമെയിൽ ലീഡിനകത്ത് അറിയാം. ആൻഡ് ഇറ്റ് ഈസ് എ ഫീമെയിൽ ലീഡ് ഓഫ് വിൻസെൻസോ. നെവർ വാച്ച് വിൻസെൻസോ? വി ഓൾ വാച്ച് വിൻസെൻസോ, റൈറ്റ്? നമ്മളൊരു K-drama വാച്ചർ ആണെങ്കിൽ I don't think anybody have watched a K-drama without watching Vincenzo. Vincenzo is the in drama. ഇപ്പൊ കണ്ടിട്ടില്ലാത്തവരാണ് ഇപ്പൊ കാണാൻ, ബട്ട് ടു ബാഡ്. ഓക്കെ, സോ ഈ പറയുന്നത് എല്ലാവർക്കും ഒരുമാതിരി അറിയുന്നത് വിൻസെൻസോയിൽ തന്നെ ഫീമെയിൽ ലീഡ് ആണ്. ഹെർ നെയിം ഈസ് ജോൺ യോൺബെൻ. ജോൺ യോൺബെൻ, ദാറ്റ്സ് ഹെർ നെയിം. സോ ദാറ്റ് ഈസ് ദ പ്ലോട്ട്. ഇതിനകത്ത് റൊമാൻസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് വി ക്യാൻ ഫീൽ ദ റൊമാൻസ് ഇൻ ദ എയർ. ബട്ട് നമുക്ക് ഒരു ഇവളൊരു മിഷനിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഇപ്പൊ ഒരു റൊമാൻറ്റിക് സ്റ്റോറി ലൈൻ ആയിട്ട് സ്റ്റോറി പോകുന്നില്ല. ബട്ട് ദർ ഈസ് റൊമാൻറ്റിക് ടെൻഷൻ ബിറ്റ്വീൻ ദം. ഓക്കെ, ഒരു ഒരു പക്ക ഒരു റിവെഞ്ച്, ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഡ്രാമയാണിത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി സ്റ്റോറി. സ്റ്റോറി എന്താന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു റാമൻ കമ്പനിയിൽ ഒരു ചെയർമാൻ. ആ ഒരു കമ്പനി അത്യാവശ്യം നല്ല ഫോർച്യൂനേറ്റ് ആണ്, കമ്പനി നന്നായിട്ട് ഓടുന്നതാണ്. ബട്ട് ഹി വാസ് നോട്ട് ദ വൺ ഹു ക്രിയേറ്റഡ് ദ കമ്പനി. ആ കമ്പനി ആദ്യം ഇയാളുടെ വൈഫിന്റെ വൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഷീ വാസ് അവിടുത്തെ CEO ആയിരുന്ന ടൈമിൽ ഇയാള് ഒരു ഫാക്ടറി മാനേജർ ആയിരുന്നു, ആ കമ്പനിയുടെ തന്നെ ഫാക്ടറി മാനേജർ. ദേ ഫോൾ ഇൻ ലവ്, അവർ മാരീഡ് ആയി. ബട്ട് ഈ പെണ്ണിന് ലൈക്ക് ദ വൈഫിന് ഹാഡ് 2 kids. ഓക്കെ, ഈ ആക്കും കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. മറ്റേവർക്ക് ഒരു പെണ്ണും ഒരാളും. സോ ടെക്നിക്കലി ഇപ്പം അവരുടെ മദറിന്റെ ഫോർച്യൂൺ ആണല്ലോ ശരിക്കും ഈ ഫാദറിന്റെ കയ്യിലോട്ട് പോയേക്കുന്നത്. അപ്പൊ ഒറിജിനലി ഇതിപ്പോ അതിന്റെ ഒരു റൈറ്റ് എന്ന് പറയുന്നത് ആ പറഞ്ഞ അമ്മയുടെ കുട്ടികളാണ് ഒറിജിനലി. ബട്ട് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫിയർ വലുതായി വരുന്നു. ഈ ഒരു അസറ്റ് ഈ ചെയർമാന്റെ സ്റ്റെപ്പ് ഡാഡിന്റെ മൂക്ക് പോകുമെന്നുള്ളൊരു പേടി, അതും വളരെ യങ് ഏജിൽ തന്നെ ഇവർക്ക് വരും. സോ ഈ സ്റ്റെപ്പ് ഡാഡ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഇയാൾ ചെയർമാൻ ഇയാളുടെ മോള് എബ്രോഡിൽ പഠിക്കാൻ വരും. അങ്ങനെ അവളുടെ മോള് പീസ്ഫുൾ ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഒരു ദിവസം പുള്ളിക്കാരൻ കേൾക്കുവാണ് ആ കുട്ടി മരിച്ചു. ഷീ ഡൈ. ഒരു മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസിൽ. അതിലൊരു ലീഡ് ഇല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ആയി ഒന്നും ചെയ്യാനില്ല. ബട്ട് ഹി നോ ദ കില്ലർ. ഇപ്പം ഈ ഒരു സ്റ്റെപ്പ് ഡാഡിനോട് മറ്റേ 2 മക്കളും നല്ല സ്നേഹം കാണിക്കുകയാണെങ്കിലും ഒറിജിനലി അവർക്ക് അങ്ങനെ ഇല്ല. അവർക്ക് കിട്ടേണ്ട അസറ്റ്, അവരുടെ മോമിന്റെ അസറ്റ് അവർക്ക് വേണം. ആ ഒരു കാര്യം മാത്രമേ അവരുടെ മനസ്സിൽ ശരിക്കും ഉള്ളൂ. ശരിക്കും ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ദേ ആർ ദ അവരാണ് അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് തന്നെയാണ് അസറ്റ് ശരിക്കും കിട്ടേണ്ടത്. ബട്ട് അവരുടെ ഫിയർ ആണ് ഇതിനൊക്കെ ലീഡ് ചെയ്യുന്നതിന്റെ ഒരു കാരണം. ഇറ്റ്സ് ദെയർ ഫിയർ. ഓക്കെ, അങ്ങനെ ഈ ഇവരോട് ഭയങ്കര സ്നേഹമാണെങ്കിലും ഒറിജിനലി അവർക്ക് അങ്ങനെ ഇല്ല. അയാൾക്കും അതറിയാം. അയാളുടെ വീട്ടിൽ നിർത്തിയിരുന്ന ഹൗസ് കീപ്പേഴ്സ്, ഗാർഡനർ, എവരി വൺ ഇയാളുടെ ഇവിടെ നടക്കുന്ന ആരെങ്കിലും ഇയാൾ മീറ്റ് ചെയ്തോ എന്നൊക്കെയുള്ള റിപ്പോർട്ട് ഈ മക്കൾക്ക് ഇവര് കൊടുക്കും. അതിനുവേണ്ടിയാണ് അവരവിടെ നിർത്തിയേക്കുന്നത് തന്നെ. ഇപ്പൊ എന്തെങ്കിലും ഒരു വുമൺ അയാളോട് ക്ലോസ് ആവുകയാണെങ്കിലും അവര് ബാക്കി വെച്ചിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരാൾ ക്ലോസ് ആയി കഴിഞ്ഞാൽ അവര് മാരീഡ് ആയി, അവർ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ആ അസറ്റ് അവരിലോട്ടും. സോ അങ്ങനെ ഇൻവെസ്റ്റിഗേഷനിൽ അന്ന് തന്നെ ഈ ചെയർമാൻ മനസ്സിലാവും ഇവരുടെ മക്കളാണിത് കൊന്നത് എന്ന്. കൊന്നതെന്ന് മനസ്സിലാവും.
പക്ഷെ ഈ പുള്ളിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും തെളിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിൽ പോവാം. ബട്ട് ഹി ലീഡ് ദ കമ്പനി. ഓക്കെ, അങ്ങനെ ആ കമ്പനി കൊണ്ടുപോകുന്നു. മക്കൾ വലുതായിട്ട് മകന് വൈസ് ചെയർമാൻ പൊസിഷൻ കൊടുക്കുന്നു. മറ്റേ പെൺകുട്ടി എന്ന് പറയുന്നത് പ്രൊഫസർ ആവും. ബട്ട് ലൈഫ് സ്മൂത്ത് അല്ല, കാരണം ഇയാളൊക്കെ ഓൾഡായി. അപ്പോഴത്തേക്കും ലൈക്ക് ഓൾഡ് മാൻ എപ്പോ വേണമെങ്കിലും എന്താ രോഗങ്ങൾ വന്ന് മരിക്കാം എന്നുള്ള നിമിഷത്തേക്കുന്ന ഒരാള്. അങ്ങനെ ഇയാള് എന്താ വിചാരിക്കാണ് ഒരു ബോഡി ഗാർഡൻ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ഇയാൾക്ക് ഭയങ്കര ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോയർ ഉണ്ട്. അങ്ങനെ ഈ ലോയറിനോട് പറയും ഇവർ രണ്ടുപേരും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാര് ബോഡി ഗാർഡിന് വേണ്ടി ഒബ്വിയസ്ലി അവിടെ വരും. അങ്ങനെ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ നോക്കിയിട്ട് ഇയാൾക്ക് ആരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലീഡ് പുള്ളിക്കാരിയും ആ ഇന്റർവ്യൂവിൽ വരുന്നുണ്ടോ. പുള്ളിക്കാരുടെ ബാക്ക് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള തന്നെ ഒരു ഹൗസ് ഹോൾഡിൽ നിന്ന് വന്നതാണ്. പുള്ളിക്കാരിയുടെ അമ്മ പുള്ളിക്കാരൻ ഒട്ടും ഹെൽപ്പ് ചെയ്തിട്ടില്ല. പുള്ളിക്കാരിയുടെ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ കാശ് ചോദിക്കും. പക്ഷെ പുള്ളിക്കാരിക്ക് ജോലിയില്ല. പുള്ളിക്കാരി യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി വന്ന കാശും ഈ പുള്ളിക്കാരിയുടെ അമ്മ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഭയങ്കര ഹാർഡ്ഷിപ്പിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നതാണ് പുള്ളിക്കാരി. പുള്ളിക്കാരി ഒരു ടൈമിൽ ജയിലിൽ വെന്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ സ്റ്റോർ എ സാനിറ്ററി നാപ്കിൻ. യെസ്, അതിനെ എത്രയോ വർഷം പുള്ളിക്കാരി ജയിലിൽ പോയി. പക്ഷെ പുള്ളിക്കാരി ശരിക്കും ഒരു സ്റ്റോൾ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ തോന്നിയെങ്കിലും പുള്ളിക്കാരി തിരിച്ചു വെച്ചു. ബട്ട് അതിന് അക്യൂസ്ഡ് ആയി അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ എന്തോ ഒരു ചെറിയൊരു ഫീസ് കൊടുത്തിരുന്നെങ്കിൽ പുള്ളിക്കാരിക്ക് അത്രയും പ്രൊബേഷൻ ടൈം ഉണ്ടായിരുന്നില്ല. ബട്ട് അവരുടെ മദർ അത്രയും സമ്മതിച്ചില്ല. പൈസ ഇല്ല, നീ പോയി ജയിലിൽ കിടന്നോളാൻ പറയാം. ബട്ട് പൈസ ഇല്ലാണ്ടൊന്നുമില്ല, കാരണം പുള്ളിക്കാരി എന്താ ഒരു എക്സ്റ്റാജറന്റ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന തന്നെ ഒരാളാണ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി. പുള്ളിക്കാരിക്ക് ജസ്റ്റ് വേണ്ട, അത്രയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ഹാർഡ്ഷിപ്പിൽ വന്ന ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ പുള്ളിക്കാരിക്ക് ഇന്റർവ്യൂ കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി ഭയങ്കര സന്തോഷം. അപ്പൊ ഇന്റർവ്യൂ പോയതും ഇറ്റ്സ് ആൻ ഐറോണിക്, കാരണം എല്ലാവരും സംസാരിക്കുന്ന ഇന്റർവ്യൂവിൽ ഈ ബോഡി ഗാർഡ് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ്സ് ഒരു ഐറോണിക് ആയ ഇന്റർവ്യൂവിൽ അങ്ങനെ പാസ്സായി പറഞ്ഞു. പക്ഷെ പാസ്സായി കഴിഞ്ഞപ്പോൾ അവളവിടെ പോകുമ്പോഴത്തേക്കും അവർ ചോദിച്ചു നീ ജയിലിൽ കിടന്നിട്ടുണ്ട്, അവൾ എനിക്ക് ജോലി തരാൻ പറ്റില്ലെന്ന്. ബട്ട് ജയിലിൽ കിടന്ന കാര്യമൊക്കെ അറിയുമ്പോഴത്തേക്കും ഈ ചെയർമാൻ ഒരു മനസ്സിലേക്ക് തോന്നി ഇവളാണ് ഇതിനൊരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയും. ബട്ട് ഇയാള് ഈ ഒരു ബോഡി ഗാർഡ് അപ്പോയിന്റ് ചെയ്ത കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു റിവെഞ്ച് ചെയ്യാം. അതിനാണ് ഈ ബോഡി ഗാർഡ് അപ്പോയിന്റ്. റിവെഞ്ച് ഈസ് ഒബ്വിയസ്ലി അയാളുടെ ചൈൽഡിനെ കൊന്ന ഈ രണ്ട് മക്കളോടാണ് റിവെഞ്ച്. അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്താണോ അതാണ് അയാൾ ചെയ്യുമ്പോൾ. അവർ ഏറ്റവും കൂടുതൽ പേടിച്ചത് അവരുടെ കയ്യിൽ അസറ്റ് കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. സോ ഇയാളുടെ പ്ലാനും അസറ്റ് ഒക്കെ കൊടുക്കാതിരിക്കുക. അയാൾ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസറ്റ് കിട്ടില്ല. ബട്ട് ഇവർ തമ്മിൽ ഏകദേശം ഒരു 40 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട്, ഈ ബോഡി ഗാർഡും ഈ ചെയർമാനും തമ്മിൽ. ബട്ട് ഇവർക്ക് ഇതൊന്നും ആദ്യം അറിയില്ല. ഇവളിവിടെ പോകും, അവൻ 2-3 ദിവസം ജോലി കഴിയുമ്പോഴത്തേക്കും പുള്ളി പറയും ബാ നമുക്ക് കല്യാണം കഴിക്കാൻ. ഷീ വാസ് ലൈക്ക് ആ ഒരു ഭയങ്കരമാണെങ്കിൽ നോക്കി വാട്ട് കോപ്പറേറ്റ് ആരും സീക്ക് എന്ന് പറയുമ്പോഴേക്കും പുള്ളിക്കാരനുള്ള സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഓക്കെ അങ്ങനെ മാരീഡ് ആവുന്നത്. അങ്ങനെ ഇയാളും ഇവളും കൂടെ പോയി മാരീഡ്, ഒരു പേപ്പറിൽ മാരീഡ് ആവും. ഈ ലോയർ ഇവക്ക് വേണ്ടിയുള്ള അസറ്റ് ഒക്കെ എഴുതി വെക്കും. നമ്മുടെ സ്റ്റോറിയിൽ ബിഗിനിങ് പറഞ്ഞ പോലെ തന്നെ അവള് റിവെഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് കിട്ടുന്നത് ഈ അസറ്റാ. സോ ഷീ സ്റ്റാർട്ട് ദ റിവെഞ്ച്. ഈ റിവെഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഞാൻ ആദ്യം ഈ സ്റ്റോറിൽ പറഞ്ഞ പോലെ തന്നെ ഇയാള് മരിക്കും. ഇയാള് സെൽഫില് എന്താ സ്വന്തമായിട്ട് ഒരു ഗണ്ണ് ഷൂട്ട് ചെയ്തിട്ടാണ് അയാൾ മരിക്കുന്നത്. ഇയാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഇയാളുടെ വൈഫായിട്ട് നിന്നിട്ട് വേണം ഇവൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റിസ് കൊടുക്കാം. ബട്ട് ദാറ്റ്സ് നോട്ട് ദ ട്വിസ്റ്റ്. ട്വിസ്റ്റ് നിങ്ങൾ ശരിക്കും കേഡ്രാമ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഭയം പൊളിച്ചിരിക്കും. ആസ് എ കേഡ്രാമ വാച്ചർ ഒരുപാട് കേഡ്രാമ കണ്ട എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഐ നോ വാട്ട് വാസ് കമ്മിങ്. ഒരുപാട് അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടായിട്ടില്ല. ബട്ട് ഇഫ് യു ആർ ലൈക്ക് ന്യൂ ടു ദിസ്, നിങ്ങൾ ഭയങ്കര മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ ശരിക്കും കേൾക്കും. ഇറ്റ്സ് ഒരുപാട് നല്ല നല്ല ട്വിസ്റ്റുള്ള ഒരു ഡ്രാമയാണ്. പിന്നെ ഇവിടെ ടെക്നിക്കലി ഷീസ് മാരീഡ് റൈറ്റ്, ബട്ട് അങ്ങനെ ഫിസിക്കലി ഒന്നും ഇല്ല. ജസ്റ്റ് പേപ്പറിൽ അങ്ങനെ ഒരു റിവെഞ്ചിന് വേണ്ടി മാത്രം. അങ്ങനെ നിൽക്കുമ്പോ അവളൊരു വേറൊരു സ്ഥലത്ത് പോകും. കാരണം ഇവിടെ നിൽക്കാൻ ചെയർമാൻ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾ ജസ്റ്റ് കൊന്നു തീരാന്ന് പ്രശ്നമേ ഉള്ളൂ. സോ അവള് വേറൊരു സ്ഥലത്തോട്ട് പോകും, ഒരു കുറച്ച് നാള് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി. അപ്പൊ അവിടെ വെച്ച് കാണുന്ന ഒരു മാനാണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ വി ക്യാൻ ഫീൽ ദ ലവ് ഇൻ ദ എയർ ബട്ട് നോട്ട് ഇൻ റിയൽ ലൈഫ് അങ്ങനെ. ബട്ട് അത് എന്റെ നമ്മള് എന്താ ഒരു സ്റ്റോറി നമുക്ക് പ്രിഡിക്ട് ചെയ്യാനാണെങ്കിൽ ഹാപ്പി എവർ ആഫ്റ്റർ അങ്ങനെ പറയാം. അപ്പൊ ഇതാണ് ശരിക്കും സ്റ്റോറി ബേസ് എന്ന് പറയുന്നത്.
ഒരാൾക്ക് വേണ്ടി റിവെഞ്ച് ചെയ്ത് കൊടുത്തു. അതും അയാളുടെ അസറ്റ് ഒക്കെ കിട്ടും. ഫൈനലി അവൾ അങ്ങനെ എല്ലാം അസറ്റ് ഒന്നും എടുക്കുന്നില്ല. കാരണം അയാളുടെ കമ്പനി ഒക്കെ അയാള് നല്ല രീതിക്ക് നടത്തണം എന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് അതുമൊക്കെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ട് അവർക്ക് എന്താണ് വേണ്ടത് അങ്ങനെ എടുത്തിട്ടാണ് ശരിക്കും പോകുന്നത്. ബട്ട് ദ ഡ്രാമ ഇസ് ബ്യൂട്ടിഫുൾ. ഒരുപാട് ലൂപ്പ് ഹോൾസുകളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇപ്പൊ എന്താ പറയാ സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു തന്നു. ഒരു സ്റ്റോറി ബേസ് ആണ്. സ്പോയിലേഴ്സ് ഉണ്ട്. കഥ പറയാനാണെങ്കിൽ 12 എപ്പിസോഡിന്റെ കഥ കുറേ ഉണ്ട് കഥ പറയാൻ. അതുകൊണ്ടാണ് ഞാൻ സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയാത്തെ. എങ്ങനെ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. പക്ഷെ സ്പോയിലേഴ്സ് ഇല്ലാതെ പറയുന്ന കാരണം നിങ്ങൾക്ക് ആ ഒരു വാച്ചിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വാച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സ്റ്റോറി ബേസ് കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ യൂഷ്വലി ഇപ്പൊ ഒരു കേട്ടാമൊക്കെ ഞാൻ യൂഷ്വലി സ്റ്റോറി ബേസ് തപ്പും. ചില ഇത് കാണുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്ന കൂട്ടത്തില ഡ്രാമയാകും. സോ ഞാൻ ചിലപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്തിട്ട് പോയി കാണുന്നത്. ഇതായതുകൊണ്ടാണ് ഞാൻ സ്പോയിലേഴ്സ് ഇല്ലാതെ പറയുന്നത്. സോ ദാറ്റ്സ് ബേസിക്കലി ദ സ്റ്റോറി ലൈൻ ഓഫ് ദിസ് കേട്ടോ. Now let's talk about the cast. Cast എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫീമെയിൽ ലീഡ് എന്ന് പറയുമ്പോൾ വിൻസെന്റ് സോയിൽ അഭിനയിച്ചതിന് ജോൺ യുംബിൻ പുള്ളിക്കാരിയാണ് ഇതിനകത്ത് കിം യോങ് റാൻ അല്ലെങ്കിൽ ബൂസെമി എന്ന് പറയുന്ന ക്യാരക്ടറെ അഭിനയിക്കുന്നത്. ലൈക്ക് ആ ബൂസ രണ്ടുപേരുണ്ട്. കാരണം വേറൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരി പേരുന്ന് ചേഞ്ച് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് ആ സ്റ്റോറിയിൽ കാണാം. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ജൻജുന്യോ പുള്ളിക്കാരനാണ് ഇതിനകത്തൊരു ജങ് ദോങ് മിൻ. ഞാൻ പറഞ്ഞില്ല അവിടെ പോയിട്ട് അവള് മെറ്റ് ചെയ്യുന്ന ഒരാള് ലൈക്ക് ഒരു റൊമാൻസ് ഫീലിന്റെ എയർ ചെയ്യാൻ വരുന്നത്. പുള്ളിയുടെ പേര് അതാണ്. ഇതിനകത്ത് ഫീമെയിൽ വില്ലൻ ജങ് യോൻജു പുള്ളിക്കാരി. അത് പുള്ളിക്കാരിയുടെ ക്യാരക്ടർ നെയിം എന്ന് പറയുമ്പോഴത്തേക്കും ഗാസോയോ എന്നാണ്. ഗാസയോ ഗാസയം ആണ് നമ്മൾ പറഞ്ഞ ലൈക്ക് മറ്റേ കുട്ടീനെ കൊല്ലുന്നത്. അതാണ് ഫീമെയിൽ വില്ലൻ. പിന്നെ ലൈക്കുന്നത് ചെയർമാനായിട്ട് അഭിനയിച്ച ആളാണ് മുൻ സംഗ്വൻ ഗാസോങ്ങു. പുള്ളിക്കാരൻ ഒരുപാട് അങ്ങനെ നിങ്ങൾ ഗ്രാൻഡ് ഫാദർ ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഹീസ് എ വെരി ഗുഡ് അറ്റ് ആക്ടിങ്. സോ ഇതൊക്കെയാണ് എന്റെ മെയിൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ട ആൾക്കാർ കാസ്റ്റ്. പിന്നെ ഒരു ലോയർ ഉണ്ട് ലീദ്. പുള്ളിക്കാരനും ഞാൻ പറഞ്ഞില്ല ഇവിടെ പ്രോസസ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ലോയർ ലീദ്. ദാറ്റ്സ് ദ കാസ്റ്റ് ഗായ്സ്. അപ്പം ഈ ഒരു ഡ്രാമ നിങ്ങൾ എല്ലാവരും പോയി കാണാം. 7.9 റേറ്റിംഗ് ഒക്കെ ഉണ്ട് IMDb. 7.9 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് എ റിയലി ഗുഡ് ഡ്രാമ. നല്ലൊരു സ്റ്റോറിയാണ്. ഒരു റിവെഞ്ച് ആണെങ്കിലും ഒരുപാട് കില്ലിങ്ങും അങ്ങനെയൊന്നുമില്ല. ഒരു പ്യുവർ റിവെഞ്ച് എന്ന് വേണേൽ പറയാം. ആൻഡ് ദ ഫീമെയിൽ ലീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും റിമോഴ്സ്ഫുൾ അല്ലാത്തൊരു ഫീമെയിൽ വില്ലനാണ്. കാരണം ഒരു ഗിൽട്ട് അത്രയും ആൾക്കാരെ കൊന്നിട്ട് ഒരു ഗിൽട്ടോ അങ്ങനെ ഒന്നും കാണിക്കാത്തൊരു നോ റിമോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു വില്ലനാണ് പുള്ളിക്കാരി. Anyway, the drama is great. So do watch it. It is one of the must watch list. So do follow me for more K-drama recommendation. I will post reviews like this. ഒരുപാട് ഡ്രാമ ഞാൻ കാണാറുണ്ട്. ഇനി ഒരുപാട് റിവ്യൂസ് ഇനി വരും. I will do a review of DRX. I'm traumatized by the drama. പിന്നെ മാനിപ്പുലേറ്റഡ് ഇഷ്ടം പോലെ വരാനുണ്ട്. I am currently watching everything. So do follow me guys. So നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്യുക. Bye.